ജാർഖണ്ഡ് മന്ത്രിസഭയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യം അവശേഷിച്ചിരിക്കെ ഇന്നലെ എംഎൽഎമാരുമായി ഹൈദരാബാദിലേക്ക് പോകാനിരുന്ന കോൺഗ്രസ് JMM നേതാക്കൾക്ക് പണി കിട്ടി. മൂടൽമഞ്ഞ് കാരണം റാഞ്ചി വിമാനത്താവളത്തിൽ നിന്നും ഒരു വിമാനവും പറന്നുയർന്നില്ല. ഇതോടുകൂടി വിമാനത്താവളത്തിൽ MLAമാർ കുടുങ്ങുകയായിരുന്നു. തൊട്ടു പിന്നാലെ എന്താണ് സംഭവിക്കുക എന്നൊരു വലിയ ആകാംക്ഷ അല്ലെങ്കിൽ ആകാംക്ഷയുടെ മുൻമുലയിൽ നിൽക്കുമ്പോൾ ആ ഗവർണറുടെ ഓഫീസിൽ നിന്ന് രാജ്ഭവനിൽ നിന്ന് വിളിയെത്തുന്നു. ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ചമ്പാ സോറനെ ക്ഷണിച്ചുകൊണ്ടുള്ള 12-15 ഇന്ന് ചമ്പാ സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. പക്ഷേ അവിടെയും ഈ ട്വിസ്റ്റും അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകത്തിനും തിരശ്ശീല വീഴുന്നില്ല. 10 ദിവസമാണ് ഫ്ലോർ ടെസ്റ്റിന് സമയം കൊടുത്തിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി 2 കാര്യങ്ങൾ വ്യക്തമാകുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ചമ്പാ സോറൻ പറഞ്ഞത് 47 MLAമാർ തങ്ങൾക്കൊപ്പമുണ്ടെന്നാണ്. അതിനുശേഷം 43 പേരെ മാത്രമേ അവർക്ക് മാധ്യമങ്ങളിലൂടെ പറയാൻ കഴിഞ്ഞുള്ളൂ, പേരും ഒപ്പുമൊക്കെ പറയാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം, അതായത് വിസിബിളായി നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് 34 MLAമാർ മാത്രമാണ് ഇപ്പോൾ ചമ്പാ സോറന്റെ ഒപ്പമുള്ളത്. ബാക്കി MLAമാർ എത്തും എന്ന് തന്നെയാണ് JMM കോൺഗ്രസും ഒക്കെ പറയുന്നത്. ഏതായാലും അത് കാത്തിരുന്ന് കാണേണ്ടി വരും. 10 ദിവസത്തെ സമയം, അതായത് ഈ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള, വിശ്വാസം തെളിയിക്കാനുള്ള 10 ദിവസത്തെ സമയം എന്ന് പറയുന്നത് വലിയൊരു സമയം തന്നെയാണ്. റാഞ്ചൽ നാടകം തുടരുമെന്ന് ഏറെക്കുറെ ഉറപ്പാകുന്നു. ഏതായാലും പുറത്തേക്ക് പോകാൻ യാതൊരു നിർവാഹവുമില്ല. മൂടൽമഞ്ഞ് കാരണം എയർപോർട്ട് അടച്ചൊരു സാഹചര്യം. ഇന്ന് സത്യപ്രതിജ്ഞ 12-15 വെച്ചിരിക്കുന്നു. MLAമാർ ഈ ജാർഖണ്ഡിൽ തന്നെ തുടരുകയാണെങ്കിൽ അത് കൂടുതൽ നാടകീയമായ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരുപക്ഷെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, മഹാരാഷ്ട്രയിലെ ഉദ്ധവ് ഷിൻഡെ പക്ഷത്തിൻ്റെ തർക്കങ്ങളും ഒടുവിൽ നടന്ന നാടകീയ നീക്കങ്ങളുമൊക്കെ ഏതാണ്ട് അതിന് സമാനമായ രീതിയിലാണ് പോകുന്നത്. ഏതായാലും അവസാനം മണ്ണും ചാരിയിരുന്നവൻ പെണ്ണും കൊണ്ടുപോകുമോ എന്ന് കത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.